ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മന്ത്രി വീണ ജോർജിന്റെ പരിക്ക് വേദന കൈയിലേക്ക് കൂടി വ്യാപിച്ചു. BP ഹൈ ലെവൽ എന്ന് ആശുപത്രി സൂപ്രണ്ട്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മന്ത്രിയുടെ കഴുത്തിനേറ്റ പരിക്കിന്റെ വേദന കൈയിലേക്ക് കൂടി വ്യാപിച്ചുവെന്നും BP ഹൈ ലെവലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘം രാത്രിയോടെ മന്ത്രിയുടെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കഴുത്തിലെ ക്ഷതം MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകണമെന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ ഇന്ന് രാഹുലും പ്രിയങ്കയും എത്തും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് നിർവഹിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. വയനാട് കുന്നംപറ്റയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ ആദ്യഘട്ടത്തിൽ 60 വീടുകളാണ് ഒരുങ്ങുന്നത്. ശേഷം സമീപത്തായി മറ്റൊരു സ്ഥലത്ത് 40 വീടുകൾ കൂടി നിർമ്മിക്കുവാനാണ് കോൺഗ്രസ് പദ്ധതി. മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്നിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് റിലീസ് ചെയ്യും. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന ടാഗ്ലൈനോടെയാണ് അഭിമുഖം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ക്ലിഫ് ഹൌസിലാണ് അഭിമുഖം ചിത്രീകരിച്ചത്. സംവിധായകൻ TK രാജീവ് കുമാർ ഉൾപ്പെടെയാണ് അഭിമുഖത്തിന്റെ പിന്നണിയിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി മുൻപ് മോഹൻലാൽ അഭിമുഖം നടത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാർ വലിയ PR പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെയാണ് മുഖ്യമന്ത്രി മോഹൻലാൽ അഭിമുഖം എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതം, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉള്ളത് എന്നാണ് ടീസർ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അഭിമുഖത്തിന്റെ ടീസറിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത്. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രാവിലെ 8:30 പ്രതിപക്ഷ നേതാവുമായുള്ള സംവാദം ആലപ്പുഴ കല്യാണി ഓഡിറ്റോറിയത്തിൽ നടക്കും. തുടർന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. ആരോഗ്യമന്ത്രിക്കെതിരായ KSU അതിക്രമത്തിൽ ഇടത് പ്രതിപക്ഷം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് 6 നിയോജക മണ്ഡലങ്ങളിൽ പുതുയുഗയാത്ര എത്തുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് യാത്രയ്ക്കും VD സതീശനും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുവാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് ആലപ്പുഴയിലുണ്ട്. ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ ചർച്ച ഇന്ന് ജനീവയിൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അരഗ്ചിയും തമ്മിൽ ചർച്ച നടത്തുന്നത് ഒമാന്റെ മധ്യസ്ഥതയിലാണ്. എന്നാൽ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടത്തുന്ന പക്ഷം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗീർ ഗാലിബാഫ് പറഞ്ഞു. നേരത്തെ നടന്ന 2 ഘട്ട ചർച്ചകളിലും ആണവ കരാറിനെപ്പറ്റി ധാരണയായിരുന്നില്ല. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം അമേരിക്ക ശക്തിപ്പെടുത്തി. ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ കൂടുതൽ പോർവിമാനങ്ങൾ എത്തി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആരോഗ്യമന്ത്രിക്കെതിരായ വധശ്രമം, 5 KSU പ്രവർത്തകർ റിമാൻഡിൽ. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ പിടിയിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അക്ഷയ്, ബിതുൽ ബാലൻ, മുബാസ്, അഹമ്മദ് യാസിൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 12 വരെയാണ് റിമാൻഡ്. കേരളം കഴുത്തിന് പിടിക്കും, ഇപ്പോഴല്ല. ഈ കുതന്ത്രത്തിലൊന്നും ഇനി ജനങ്ങൾ വീടില്ല. ഷാഫി പറമ്പിൽ MP. കണ്ണൂരിൽ KSU ആക്രമണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. കേരളം കഴുത്തിന് പിടിക്കും, ഇപ്പോഴല്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ ബാലറ്റിലൂടെ കേരളം കഴുത്തിന് പിടിച്ചു തന്നെ പുറത്താക്കുമെന്ന് ഷാഫി പറമ്പിൽ വിമർശിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലാണ് പരാമർശം. മന്ത്രിക്കെതിരെ പ്രവർത്തകർ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ദൃശ്യങ്ങളിൽ കാണാം.
ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചാൽ രക്ഷാപ്രവർത്തനവും കരിങ്കൊടി കാണിച്ചാൽ വധശ്രമവുമാകുന്ന കുതന്ത്രത്തിലൊന്നും ഇനി ജനങ്ങൾ വീടില്ല. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പതിവ് ഗുണ്ടാപ്പണിയുമായി ഇറങ്ങിയിരിക്കുന്ന ക്രിമിനലുകളുടെ പേരിൽ മന്ത്രിക്കും അരിവാൾ കത്രിക നക്ഷത്ര വകുപ്പിനുമെതിരായ സമരത്തിന് അറുതിയാകുമെന്ന് ആരും കരുതേണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.